നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഫെബ്രുവരി മാസത്തെ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് ശുഭമധ്യസ്ഥിതിയാണ്. 12ാം ഭാവത്തിൽ ശുക്രനും 2ാം ഭാവത്തിൽ വ്യാഴവുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനും സാമ്പത്തികമായിരിക്കുന്ന നേട്ടം അനുഭവിക്കാനും യോഗമുള്ള ഒരു സമയമാണ്. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴൻ രക്ഷാസ്ഥാനത്ത് ഭാഗ്യാധിപത്യം വഹിച്ചു നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യവശാൽ നല്ല രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും അനുകൂലമായിരിക്കുന്ന ഗുണവും അനുഭവിക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ചന്ദ്ര ലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വ വക്രത്തിലേക്ക് വന്നത് കാരണം കൊണ്ട് ബലവാനായിട്ട് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നല്ല അനുകൂലാവസ്ഥ അനുഭവിക്കാനുള്ള യോഗം തന്നെയാണ്. സധനം അന്ത്യം എന്ന് പറയുന്ന യോഗത്തോടു കൂടിയാണ് 12ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ധനവാനാകാനുള്ള യോഗം, സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകാനുള്ള യോഗം, എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കാനുള്ള യോഗമൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ശത്രുസ്ഥാനാധിപതി നേരിട്ട് ബാധാസ്ഥാനത്താണ് നിൽക്കുന്നത്. അത് ശനിയോട് ചേർന്ന്, അതായത് ബാധകാധിപതിയോട് ചേർന്നാണ് നിൽക്കുന്നത്. 5ാം ഭാവാധിപതിയായിരിക്കുന്ന സൂര്യനും ബാധാസ്ഥാനത്താണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഒരേ തൊഴിലെടുക്കുന്നവർ, സുഹൃത്തുക്കൾ, സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ മാനസികമായിട്ടുള്ള ഒരു ശത്രുദോഷം, അല്ലെ മാനസികമായിട്ട് നമ്മളുടെ പ്രവൃത്തിയിൽ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അനുകൂലാവസ്ഥ ഇല്ല എന്നുള്ള രീതിയിൽ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും അവരുടെ ഭാഗത്തു നിന്നുള്ള സംസാരം നമുക്ക് വിപരീതമായി വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം അനുഭവിക്കാതിരിക്കാനായിട്ട് ഗണപതി ഹോമം നടത്തുക, ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക, അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക. കാരണം കർമാധിപതി തന്നെയാണ് ബാധകാധിപതി. അപ്പോൾ നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികളും അത് ശത്രുദോഷത്തിന് കാരണമാകാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും 12ൽ ശുക്രൻ നിൽക്കുന്ന ദ്വിദ്വാദശ യോഗം ചെയ്തായത് കാരണം കൊണ്ട് ദാമ്പത്യ സുഖക്കുറവുണ്ടാകുക, അന്യസ്ത്രീ ബന്ധം പോലെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാനും, സ്ത്രീകൾ മുഖാന്തരം സാമ്പത്തിക നഷ്ടം, പേരുദോഷം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ട സമയമാണ്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം 12ാം ഭാവത്തിൽ പാപയോഗത്തോടു കൂടിയാണ് ശുക്രൻ നിൽക്കുന്നത്. വാഹന സംബന്ധമായിട്ട് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ലഗ്നാധിപതി ബലവാനാണ്. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം രക്ഷാസ്ഥാനത്തുണ്ട്. അതുകൊണ്ടൊക്കെ വലിയ രീതിയിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇല്ലെങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും മാനസികമായിട്ടുള്ള സന്തോഷമൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്തിട്ട് സ്ത്രീ സംബന്ധമായിട്ടുള്ള വിഷയത്തിലും വാഹന സംബന്ധമായിരിക്കുന്ന വിഷയത്തിലും തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാതിരിക്കാനായിട്ട് വേണ്ട പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം ചെലവഴിക്കണം. ശുഭമധ്യസ്ഥിതിയുള്ള കാരണം കൊണ്ട് എല്ലാ രീതിയിലും ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. ഇഷ്ടസ്ഥാനത്ത് ലഗ്നാധിപതി ഉച്ച ബലവാനായിട്ടാണ് നിൽക്കുന്നത്. അതൊക്കെ വളരെ അനുകൂലമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാൻ യോഗമുള്ള ഒരു സമയമാണ്. പക്ഷേ തൊഴിലിൽ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളുള്ളത് കാരണം ചെറിയ മത്സരങ്ങൾ പോലെ ഉള്ള കാര്യങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല നേട്ടങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകാനായിട്ട് ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.